നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പരയിൽ ഇന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. ഇനി 2 മണ്ഡലങ്ങളാണ് ശേഷിക്കുന്നത്, ഒന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് തിരുവനന്തപുരം. ബാക്കി എല്ലാ മണ്ഡലങ്ങളും സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ, കൗതുകങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല അതാത് മണ്ഡലങ്ങളിലെ വോട്ടർമാരോട് നമ്മൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു, ആരാകും നിങ്ങളുടെ എം പി എന്ന് കമൻറ്റ് ചെയ്യാൻ. കമൻറ്റ് തന്നെ കുറവായിരുന്നു, കമ്മിയായിരുന്നു ഇവിടെ. എന്നാലും കുറേ പേര് ഇത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ലോക്സഭാ ചരിത്രം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പലരും കമൻ്റ് അയച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തെയാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലം 1952 മുതലേ ഉണ്ട്. തിരുക്കൊച്ചിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് 2019 വരെ നോക്കുമ്പോൾ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. 18ാമത്തെ ലോക്സഭയിലേക്കാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ 17 ലോക്സഭാ മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി ഒരു 7 തവണ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി 7 തവണ ജയിച്ചിട്ടുണ്ട്. ബാക്കി 10 തവണയും കോൺഗ്രസ് ഇതര മുന്നണി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം വെച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. RSP ആണ് കൂടുതൽ ജയിച്ചത്. പിന്നെ RSP തന്നെ അപ്പുറം ഇപ്പുറം ഒക്കെ നിന്നിട്ടുണ്ട്. എവിടെ നിൽക്കുന്നു അവിടെ. അതെ, അങ്ങനെയാണ്. അങ്ങനെ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം 4 തവണ മത്സരിച്ചെങ്കിൽ 2 തവണ അത് LDF കാൻഡിഡേറ്റ് ആയിരുന്നില്ലേ, 2 തവണയല്ലേ UDF കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസും അല്ലാത്തതും പറഞ്ഞു 7 തവണയാണ് കോൺഗ്രസ് മുന്നണി, മറ്റ് ബാക്കി 10 തവണയും കോൺഗ്രസ് ഇതര മുന്നണിയാണ് വന്നത്. അതാണ് കൊല്ലത്തിൻ്റെ ഒരു ചരിത്രം. മറ്റൊരു പ്രത്യേകത പറയാനുള്ളത് N. ശ്രീകണ്ഠൻ നായർ, RSPയുടെ സമുന്നതനായ നേതാവ്, അറിയാലോ ആളിനല്ലേ, മീശ. N. ശ്രീകണ്ഠൻ നായർ 7 തവണ മത്സരിച്ചു. അവിടെ 7 തവണ മത്സരിച്ച് 5 തവണ ജയിച്ചു, 2 തവണ പരാജയപ്പെട്ടു. ഒന്ന് BK നായരോടൊപ്പം പരാജയപ്പെട്ടു, മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ഒരു ദ്വയാംഗ മണ്ഡലമായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ 57-ൽ പരാജയപ്പെട്ടു. പിന്നെ പ്രേമേന്ദ്രൻ 4 തവണ മത്സരിച്ചു, 4 തവണയും ജയിച്ചു. പ്രേമേന്ദ്രൻ 2 തവണ LDFിൻ്റെ കാൻഡിഡേറ്റായിട്ടും 2 തവണ UDFിൻ്റെ കാൻഡിഡേറ്റായിട്ടുമാണ് മത്സരിച്ച് അദ്ദേഹം ജയിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഏത് മുന്നണി നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. LDFിന് അനുകൂലമായിട്ടാണ് അന്നുണ്ടായിരുന്നത്, ഇപ്പോൾ UDFിന് അനുകൂലമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. പിന്നെ S. കൃഷ്ണകുമാർ 4 തവണ മത്സരിച്ച് 3 തവണ ജയിച്ചു. പിന്നെ P. രാജേന്ദ്രൻ 2 തവണ മത്സരിച്ച് ജയിച്ചു, 1 തവണ പീതാംബരക്കുറുപ്പ് ജയിച്ചു. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമുക്ക് കൊല്ലത്തെ സംബന്ധിച്ച്. നമുക്ക് കൊല്ലം മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെ, അവിടെ മുതൽ തുടങ്ങാം. NK പ്രേമേന്ദ്രൻ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി, RSP UDFിൻ്റെ കാൻഡിഡേറ്റ്. പിന്നെ മുകേഷാണ് CPMന്റെ സ്ഥാനാർത്ഥി. മുകേഷ് സിറ്റിംഗ് MLA ആണ്. ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നു. NDAയുടെ സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറാണ്, നടനാണ്. അപ്പോൾ ഈ രസകരമായ ഒരു കാര്യം, 2 നടന്മാരും ഒരാൾ നടനല്ലാത്ത ആളും. 2 നടന്മാരും മത്സരിക്കുന്നു. നടന്മാരായതുകൊണ്ട് തന്നെ ദേശീയ പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മണ്ഡലം, മുകേഷിൻ്റെ മണ്ഡലം, കൃഷ്ണകുമാറിൻ്റെ മണ്ഡലം ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ 3 പേര് മത്സരിക്കുന്നു. NK പ്രേമചന്ദ്രന് ശക്തമായ ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം തന്നെ 1,40,40,000 സംതിങ് ഉണ്ട്, 1,40,856 അത്രയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ 2019 NK പ്രേമചന്ദ്രൻ UDF കാൻഡിഡേറ്റ് 4ാമത് മത്സരിച്ച് ജയിച്ചത്. പക്ഷെ അതിൽ 2 തവണ LDF ആയിരുന്നു. എന്നാൽ UDFിൻ്റെ കാൻഡിഡേറ്റ് അദ്ദേഹം ജയിച്ചത് 1,48,000 അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. വലിയ സ്വാധീനമുണ്ട്. ഇനി കൊല്ലം മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് കൊല്ലം മണ്ഡലത്തിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ. കൊല്ലം ലോക്സഭാ മണ്ഡലം പൂർണ്ണമായിട്ടും കൊല്ലം ജില്ലയ്ക്ക്, മറ്റ് ജില്ലകളൊന്നും പങ്കിടുന്നില്ല. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ നോക്കാം. അതിലിപ്പോൾ സിറ്റിംഗ് MLAമാർ ആരാണ് നമുക്കറിയണമല്ലോ. ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ഇത്രയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ കുണ്ടറയിൽ മാത്രമാണ് കഴിഞ്ഞ തവണ UDF വിജയിച്ചത്, PC വിഷ്ണുനാഥ്. ബാക്കി എല്ലായിടത്തും LDF ആണ് ജയിച്ചത്. അതിൽ തന്നെ ചാത്തന്നൂരിൽ 17,206 വോട്ടുകൾക്കാണ് ചാത്തന്നൂരിൽ LDF വിജയിച്ചത്. ഇരവിപുരത്ത് 28,121. ഇതെല്ലാം നിയമസഭാ ഇലക്ഷന്റെ കണക്കാണെന്ന് പറയുമ്പോൾ ഇത് വലിയ വോട്ടാണ്. പിന്നെ പുനലൂരിൽ 37,057 വോട്ടിനാണ് LDF വിജയിച്ചത്. ചവറയിൽ മാത്രമാണ് ഭൂരിപക്ഷം കുറഞ്ഞത്, 1096. സുജിത്ത് വിജയൻപിള്ള. അതെ. ഇനി തിരിച്ച് നിയമസഭാ ഇലക്ഷൻ മാറ്റി നിർത്തി നമ്മൾ ലോക്സഭാ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും UDFന് വ്യക്തമായ ഭൂരിപക്ഷം, അതായത് പ്രേമേന്ദ്രൻ വ്യക്തമായ. ലോക്സഭ കഴിഞ്ഞിട്ടാണ് നിയമസഭാ ഇലക്ഷൻ വന്നത്. അതുകൊണ്ട് പിന്നെ മറ്റൊന്ന് BJPയുടെ ഒരു സ്ഥാനം നമുക്കൊന്ന് പറയേണ്ടി വരും. BJPയുടെ അതും വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും നാൾ പറഞ്ഞ ഇപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഇനി സാറ് പറഞ്ഞല്ലോ, ഇനി ആകെ 2 ബാക്കിയുള്ളൂ. തിരുവനന്തപുരത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്കിലും ബാക്കിയുള്ള എല്ലായിടത്തും നോക്കുമ്പോൾ ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും തമ്മിലുള്ളൊരു വ്യത്യാസം, NDAയുടെ കാര്യമാണ് പറയുന്നത്, അതിൽ വലിയ വ്യത്യാസം ഉണ്ടായി. അതായത് ലോക്സഭാ ഇലക്ഷനിൽ, പാർലമെന്റ് ഇലക്ഷനിൽ BJP പിടിക്കുന്ന വോട്ട്
നിയമസഭാ ഇലക്ഷനിൽ കിട്ടാറില്ല. അതായത് ഈ മണ്ഡലങ്ങളുടെ 7 മണ്ഡലങ്ങളും കൂട്ടുമ്പോൾ കിട്ടാറില്ല. ലോക്സഭയിൽ മാത്രമായി NDA അല്ലെങ്കിൽ BJP പിടിച്ച വോട്ട് നിയമസഭകളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ അതിൽ വരുന്നില്ല. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. കാരണം കഴിഞ്ഞ തവണ 2019 പാർലമെന്റ് ഇലക്ഷനിൽ KV സാബു അല്ലെ, KV സാബു 10.67% വോട്ടാണ് പിടിച്ചത്. അതെ, അതായത് 1,03,339 അതെ. എന്നാൽ 2021 നിയമസഭയിൽ NDAക്ക് 12.90 അത്രയും ശതമാനം വോട്ട് അവിടെ കിട്ടി. അതായത് 2% വർധനമാണ്. അതെ, ലോക്സഭയെക്കാളും നിയമസഭയിൽ വന്നപ്പോൾ നിയമസഭാ ഇലക്ഷന് മൊത്തം 7 മണ്ഡലം കൂടി BJPക്ക് 12 പോയിന്റ് കിട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൊണ്ടൊരു വളർച്ചയുണ്ട്. അത് മുൻകൂട്ടി കണ്ടിട്ടാവണം ഇപ്രാവശ്യം കൃഷ്ണകുമാറിന് അവിടെ സീറ്റ് കൊടുത്തതും അദ്ദേഹം ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത്. നമുക്ക് കൊല്ലത്തിൻ്റെ ചരിത്രം 1952 മുതൽ 1952-ലും 57-ലും ഈ കൊല്ലം ലോക്സഭ മണ്ഡലം ദ്വയാംഗ മണ്ഡലമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് 2 കാൻഡിഡേറ്റ്, ഒന്ന് ജനറൽ കാറ്റഗറിയും ഒന്ന് റിസർവേഷൻ കാറ്റഗറിയും. ദ്വയാംഗ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് അധ്യായത്തിൽ പറഞ്ഞിരുന്നു. അതിപ്പോൾ രാഷ്ട്രീയം പഠിക്കുന്നവരും ശ്രദ്ധിക്കുന്നതായിരിക്കും. മുമ്പ് അങ്ങനെയായിരുന്നു. അപ്പോൾ 52-ലും 57-ലും ഇത് ദ്വയാംഗ മണ്ഡലമായിരുന്നു കൊല്ലം. അപ്പോൾ 1952 ദ്വയാംഗ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു റിസർവേഷൻ കാൻഡിഡേറ്റ് നിൽക്കും. ഇപ്പോൾ കോൺഗ്രസിന് തന്നെ ഒരു ജനറൽ കാൻഡിഡേറ്റ് നിൽക്കും, ഒരു റിസർവേഷൻ കാൻഡിഡേറ്റ് നിൽക്കും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്നവർ ജയിക്കും. അങ്ങനെയാണ്. അതിന് പകരമാണ് ഇപ്പോൾ സംവരണ മണ്ഡലം വേറെയാക്കി. ഇപ്പം മാവേലിക്കര സംവരണ മണ്ഡലമായി, ആലത്തൂർ സംവരണ മണ്ഡലമായി ആയി മാറിയിട്ടുണ്ട്. നേരത്തെ ഒറ്റപ്പാലമായിരുന്നു. ഇപ്പം എന്തായാലും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലം അറിയപ്പെട്ടിരുന്നത് കൊയിലോൺ കം മാവേലിക്കര എന്നായിരുന്നു. അന്ന് കൊയിലോണാണ്. കൊയിലോൺ കം മാവേലിക്കര എന്നറിയപ്പെട്ടു. അവിടെ N. ശ്രീകണ്ഠൻ നായർ RSP ആണ് ജയിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റ്, ജനറൽ സീറ്റിൽ N. ശ്രീകണ്ഠൻ നായർ. അപ്പോൾ പിന്നെ ജനറലായിരിക്കും ആണ്. N. ശ്രീകണ്ഠൻ നായർ ജനറൽ ജയിച്ചു. അന്ന് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച R. വേലായുധനാണ് റിസർവേഷൻ കാൻഡിഡേറ്റാണ് ജയിക്കുന്നത്. അന്ന് എതിർക്കുന്നത് 2 പേരുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 പേരുണ്ട്. കുഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മറ്റൊന്ന് കൈനിക്കര N. പത്മനാഭപിള്ള. കൈനിക്കര N. പത്മനാഭപിള്ളയാണ് അപ്പോൾ ജനറൽ കാൻഡിഡേറ്റാണ്. കുഞ്ഞാണ് റിസർവേഷൻ കാൻഡിഡേറ്റ്. ഈ കൈനിക്കര പത്മനാഭപിള്ള എന്ന് പറയുന്ന കൈനിക്കര കുമാരപിള്ളയുടെ സഹോദരനാണ്. ഇദ്ദേഹം എഴുത്തുകാരനായിരുന്നു, നാടകകൃത്തായിരുന്നു, നടനായിരുന്നു. അങ്ങനെ ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ഈ കൈനിക്കര പത്മനാഭപിള്ള. പക്ഷേ തോറ്റുപോയി. കോൺഗ്രസിൻ്റെ 2 കാൻഡിഡേറ്റും തോറ്റുപോയി. ജനറൽ സീറ്റിലും തോറ്റു, റിസർവേഷനിലും തോറ്റു. അവിടെ മെയിൻ സീറ്റിൽ ജയിച്ചത് ശ്രീകണ്ഠൻ നായർ RSP. പിന്നെ ഇതിൽ റിസർവേഷൻ കാറ്റഗറി ജയിച്ചത് R. വേലായുധൻ സ്വതന്ത്രൻ. ഇതാണ് അവിടുത്തെ. അന്നത് ട്രാവൻകൂർ കൊച്ചിൻ്റെ ഭാഗമാണ്, കേരളത്തിൻ്റെ ഭാഗമല്ല. 1952 കേരളമായിട്ടില്ല. പിന്നെ നമുക്ക് 57 അടുത്ത തിരഞ്ഞെടുപ്പ്. അപ്പോൾ കേരളമായി മാറി. അപ്പോഴും ഇതേപോലെ ദ്വയാംഗ മണ്ഡലമാണ്. അപ്പോൾ 2 കാൻഡിഡേറ്റുകൾ ഓരോന്നിലും മത്സരിക്കും. അവിടെ CPIക്ക് വേണ്ടി മത്സരിച്ച 2 കാൻഡിഡേറ്റുകളിൽ ഒന്ന് PK കൊടിയൻ, അത് റിസർവേഷൻ കാൻഡിഡേറ്റ്. മറ്റൊന്ന് V. പരമേശ്വരൻ നായർ. അപ്പോൾ നമുക്ക് ഈ നായർന്ന് പിള്ളേ എന്നുള്ളതുകൊണ്ട് തന്നെ അറിയാം അത് പിന്നെ ജനറൽ സീറ്റിലാണ് മത്സരിച്ചെന്നുള്ളത്. അവർ 2 പേരുമാണ് ജയിച്ചത്. PK കൊടിയൻ CPI ജയിച്ചു, V. പരമേശ്വരൻ നായർ CPI ജയിച്ചു. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് രാമചന്ദ്രദാസ്, മറ്റൊന്ന് വേലായുധൻ നായർ. അപ്പോൾ വേലായുധൻ നായർ ജനറൽ കാറ്റഗറിയും രാമചന്ദ്രദാസ് പിന്നെ റിസർവേഷനിലേക്ക്. അവർ 2 പേരും തോറ്റുപോയി. അവർ 2 പേരും ജയിച്ചില്ല. ഈ PK കൊടിയൻ പലയിടത്തും PK കൊടിയൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, പല മണ്ഡലത്തിലും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അവിടെ RSPക്ക് വേറെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. 1957 കാര്യമാണ് പറഞ്ഞത്. RSPക്ക് വേറെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ശ്രീകണ്ഠൻ നായരാണ്. അദ്ദേഹം അവിടെ തോറ്റു. അദ്ദേഹം തോറ്റു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് വോട്ടേ കിട്ടിയുള്ളൂ അവിടെ. അപ്പം ശ്രീകണ്ഠൻ നായർ ജനറൽ കാറ്റഗറിയിൽ, ചന്ദ്രശേഖരൻ RSPയുടെ, അതാണ് ഷെഡ്യൂൾഡ് പിന്നെ ഈ റിസർവേഷൻ കാൻഡിഡേറ്റ്. അവർ 2 പേരും ബാക്കിലേക്ക് പോയി. അവിടെ ജയിച്ചത് PK കൊടിയൻ, പിന്നെ V. പരമേശ്വരൻ നായർ, 2ഉം CPI ആണ് ജയിച്ചത്. അവിടെ N. ശ്രീകണ്ഠൻ നായർ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് 1,1094 വോട്ടുകൾ, 8.4% കിട്ടിയുള്ളൂ RSPക്കാന്ന്. കാരണം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 കാൻഡിഡേറ്റ് ഉണ്ട്. അതോടൊപ്പം CPIക്ക് 2 കാൻഡിഡേറ്റ് ഉണ്ട്. അന്ന് CPI ആണല്ലോ, അതെ 57 CPI ആണല്ലോ. അവരുടെ കാൻഡിഡേറ്റാണ് PK കൊടിയനും V. പരമേശ്വരൻ നായരും CPI ആണ് ജയിച്ചത് 1957. അപ്പം അങ്ങനെ N. ശ്രീകണ്ഠൻ നായർ ആദ്യം 52 ജയിച്ചു. പിന്നെ 57 വന്നിട്ട് പരാജയപ്പെട്ടു. ഒറ്റയ്ക്ക് മത്സരിച്ച് നോക്കിയത്. അതെ, RSP മാത്രമായിട്ട് മത്സരിച്ചു. പിന്നെ 1962 ശ്രീകണ്ഠൻ നായർ ജയിച്ചു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റ് സരോജിനിയാണ്. അന്ന് അദ്ദേഹത്തിന് 64,955 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്, 19.1%. അതാണ് 62 വരെ എത്തി. ശക്തമായ തിരിച്ചുവരവാണ്. അത് പിന്നീട് നല്ലവണ്ണം, പിന്നെ എത്ര വർഷം അവിടെ മൊത്തം 7 തവണ മത്സരിച്ചില്ല, 7 തവണ മത്സരിച്ചില്ല, 5 തവണ അദ്ദേഹം ജയിച്ചു. 1967 ആകുമ്പോഴത്തേക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി. അവിടെ N. ശ്രീകണ്ഠൻ നായർ RSP
മത്സരിക്കുന്നു. എ റഹീമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്നൊരു KCT പിള്ളയുണ്ട്, കേരള കോൺഗ്രസ്, അവിടെ മത്സരിച്ചു. അവിടെ എൻ ശ്രീകണ്ഠൻ നായർ ജയിച്ചു 79,858 വോട്ടിന്. എ റഹീം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എ റഹീമിനെ എൻ ശ്രീകണ്ഠൻ നായർ പരാജയപ്പെടുത്തുന്നത് 1967 79,858. ഉഗ്ര ഭൂരിപക്ഷം 21.5% ഭൂരിപക്ഷം. ഭൂരിപക്ഷം അത്രയാണ്. അപ്പോൾ RSPക്ക് അന്നവിടെ ഭയങ്കരമായ പേരോട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് NK പ്രേമചന്ദ്രൻ LDF ആയാലും UDF ആയാലും ജയിച്ചുകൊണ്ട് വരുന്നത്. സാർ, ഒരു സംശയം, ഒരു കൗതുകമാണ്. അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ CPM-നും CPI-ക്കും ഒക്കെ വേരോട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. RSPക്ക് ഇത്രയധികം ശക്തമായ ഒരു വേര് എങ്ങനെ കൊല്ലത്ത് വന്നു എന്നുള്ളത്? അല്ല, അത് അവിടെ ഈ കശുവണ്ടി മേഖലയിൽ അവരുടെ യൂണിയനുകൾ വളരെ ശക്തമായിരുന്നു പണ്ട് മുതൽ തന്നെ. അപ്പോൾ അവിടുത്തെ തൊഴിലാളികളുടെ RSP വളരെ സ്വാധീനം അന്ന് മുതൽ ഉണ്ടായിരുന്നു. അതാണ് കൊല്ലം RSPക്ക് പതിച്ചു കൊടുത്തത് പോലെയാണ്. ഉണ്ട്. RSP ആണല്ലോ അവിടെ ജയിച്ചത്. ബേബി ജോൺ അവിടെ എത്ര തവണ ജയിച്ചിരിക്കുന്നു പിന്നെ കൊല്ലം മണ്ഡലത്തിനകത്ത് നിന്ന്. അപ്പോൾ അതേപോലെ ഒരുപാട് പേര് RSPക്കാർ തന്നെയാണ് അവിടെ നിന്ന്. RSP കൂടുതൽ അവിടെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, RSP അവിടെ ഉള്ളൂ. അപ്പോൾ 67 എൻ ശ്രീകണ്ഠൻ നായർ ജയിച്ചു എ റഹീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1971 ശ്രീകണ്ഠൻ നായർ വീണ്ടും ജയിക്കുന്നു. എൻ ശ്രീകണ്ഠൻ നായർ RSP. അദ്ദേഹം അന്ന് പരാജയപ്പെടുത്തുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച G ജനാർദ്ദന കുറുപ്പിനെയാണ്. അദ്ദേഹം 1,12,384 ജയിക്കുന്നു. അത് 35.7% വർധനവ്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 35.7%. അത് 71 എൻ ശ്രീകണ്ഠൻ നായർ RSP ജയിക്കുന്നു. ആ 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞു വരുന്നത്. 77 എൻ ശ്രീകണ്ഠൻ നായർ RSP ജയിക്കുന്നു. അവിടെ N രാജഗോപാലാണ് എതിർത്തത്, സ്വതന്ത്ര സ്ഥാനാർത്ഥി. അവിടെയും എൻ ശ്രീകണ്ഠൻ നായർ ജയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1,13,161. നേരത്തെ 1000 വോട്ട് വീണ്ടും കൂടി. അങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ ജയിക്കുന്നു. 1980 ശ്രീകണ്ഠൻ നായരെ തറപറ്റിക്കുന്നു. എൻ ശ്രീകണ്ഠൻ നായർ RSPയോട് പരാജയപ്പെടുന്നു. 1980 BK നായർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അദ്ദേഹം ജയിക്കുന്നു. BK നായർ ജയിക്കുന്നു. അങ്ങനെ BK നായരാണ് ശ്രീകണ്ഠൻ നായരെ പരാജയപ്പെടുത്തുന്നത്. അന്ന് 36,586 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് BK നായർക്കുള്ളത്. BK നായർ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് I ആണെന്ന് ഓർക്കണം. അന്ന് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ടെന്നും മനസ്സിലാക്കണം. 80 ആ കാൻഡിഡേറ്റ് ആയിട്ടാണ് എൻ ശ്രീകണ്ഠൻ നായർ മത്സരിച്ചതെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പരാജയപ്പെട്ടു. അവിടെ കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, അതായത് കോൺഗ്രസ് Iയുടെ കാൻഡിഡേറ്റായി BK നായർ 36,586 വോട്ടുകൾക്ക് എൻ ശ്രീകണ്ഠൻ നായരെ പരാജയപ്പെടുന്നു. പിന്നീട് എൻ ശ്രീകണ്ഠൻ നായർ അവിടെ മത്സരിച്ചിട്ടില്ല. പിന്നെ 1981 പുതിയ ഒരു വ്യക്തിയോട് വരുന്നത്, S കൃഷ്ണകുമാർ. അദ്ദേഹം പിന്നെ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. അവിടുന്ന് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നു. അവിടുന്ന് അദ്ദേഹം ഇവിടെ മത്സരിക്കാനായിട്ട് വരികയാണ്. കൃഷ്ണകുമാർ 3 തവണ അദ്ദേഹം ജയിച്ചു, 1 തവണ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ലോക്സഭയിൽ കൊല്ലത്ത് പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറി. പിന്നീട് അദ്ദേഹം BJPയിലേക്ക് പോയി. പിന്നെ തിരിച്ചു വീണ്ടും കോൺഗ്രസിലേക്ക് വന്നു. പിന്നെ വീണ്ടും BJPയിലേക്ക്, വീണ്ടും കോൺഗ്രസിലേക്ക് വന്നു. അദ്ദേഹത്തിന് മൊത്തത്തിലൊരു ആശയക്കുഴപ്പമായിരുന്നു. ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അവസാന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ട് അദ്ദേഹത്തിന് തോൽക്കേണ്ടി വന്നു എന്നുള്ള ചില കാരണങ്ങളുണ്ട് അതിനകത്ത്. 1984 S കൃഷ്ണകുമാർ ഇവിടെ വരുന്നത്. അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹത്തിനെ എതിർക്കുന്നത് RS ഉണ്ണിയാണ്. ഉണ്ണി അന്ന് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം RSPയുടെ കാൻഡിഡേറ്റ് മത്സരിച്ചിട്ടുണ്ട്. S കൃഷ്ണകുമാർ അന്ന് 20,357 വോട്ടിനാണ് ജയിക്കുന്നത് RS ഉണ്ണിയേക്കാൾ. അതായത് S കൃഷ്ണകുമാർ 2,79,728 വോട്ട്, ദാറ്റ് മീൻസ് 50%, പകുതി വോട്ട് കിട്ടി. RS ഉണ്ണിക്ക് 2,59,371 വോട്ട്, 46% വോട്ട്. കട്ടയ്ക്കുണ്ട്. 20,357 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ S കൃഷ്ണകുമാർ തിരഞ്ഞെടുക്കപ്പെടുന്നു 1984. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് 1989. S കൃഷ്ണകുമാർ മത്സരിക്കുന്നു. അന്ന് S കൃഷ്ണകുമാറിനെതിരെ മത്സരിക്കാൻ RSP രംഗത്തിറക്കിയത് ബാബു ദിവാകരനെ. ബാബു ദിവാകരൻ മത്സരിക്കുന്നു. അന്ന് BJP രംഗപ്രവേശം ചെയ്തു 89. BJP ഇവിടെ സജീവമായി വന്നു. അന്ന് PKS സജീവാണ് BJPയുടെ കാൻഡിഡേറ്റ്. 16,202, ഒരു ചെറിയ ശതമാനമായി പിടിച്ചു, വളരെ ചെറിയ ശതമാനം. അന്ന് S കൃഷ്ണകുമാർ 3,86,855 വോട്ടും എതിർ സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ RSPയിലെ 3,59,393 വോട്ടും പിടിച്ചു. 47%, 50%. അവിടെ 27,462 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബാബു ദിവാകരനെ S കൃഷ്ണകുമാർ തോൽപ്പിക്കുന്നു. അങ്ങനെ S കൃഷ്ണകുമാർ വീണ്ടും MP ആയി 89. അത് കഴിഞ്ഞ് 1991 S കൃഷ്ണകുമാർ വീണ്ടും മത്സരിക്കാൻ വരുന്നു, 3ാമത്തെ തവണ. അന്ന് അദ്ദേഹത്തെ എതിരിടുന്നത് ആദ്യം മത്സരിച്ച RS ഉണ്ണിയാണ്, RSP കാൻഡിഡേറ്റ് ആയിട്ട്. അവിടെയും RS ഉണ്ണി ജയിച്ചില്ല.
എസ് കൃഷ്ണകുമാർ ജയിച്ചു. അദ്ദേഹത്തിന് 27,727 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ സമയമാകുമ്പോഴേക്കും എസ് കൃഷ്ണകുമാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിളങ്ങുന്ന അദ്ദേഹം ഏതെല്ലാം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി സഹമന്ത്രിയായിരുന്നു. ഒരു ഗ്ലാമർ താരമാണ്. ഞാൻ നമ്മുടെ മിനിസ്ട്രിയാണ്, ആകാശവാണിയിലെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ സഹമന്ത്രിയായിരുന്നു. വേറെ പല വകുപ്പുകളിലും അദ്ദേഹം മന്ത്രിയായിരുന്നു. വളരെയധികം ഷൈൻ ചെയ്ത ഒരു വലിയ ഫിഗറായിരുന്നു കേരളത്തിൽ. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അങ്ങ് മാറിപ്പോയി. അവിടെ 1991 ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് 1991 ബി ജെ പിയുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നത് എസ് രാമകൃഷ്ണപിള്ള. അദ്ദേഹം 16,507 വോട്ടാണ് പിടിച്ചത്, 2.25%. അപ്പോൾ RS ഉണ്ണിയെക്കാളും 27,727 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ എസ് കൃഷ്ണകുമാർ ജയിക്കുന്നു 1991 കൊല്ലത്ത്. അപ്പം 3 തവണ കണ്ടിന്യൂസ് കോൺഗ്രസിനായി. തൊട്ടുമുമ്പ് എൻ ശിഖണ്ഡനായർ തോൽപ്പിച്ച് BK നായർ വന്നു. ഇനി 96 NK പ്രേമചന്ദ്രൻ രംഗത്ത് വരുന്നു. NK പ്രേമചന്ദ്രൻ അതെ, അന്ന് അദ്ദേഹം LDF കാൻഡിഡേറ്റ് ആണ്, ഓർമ്മിക്കണം. 1996 NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റ് ആണ്. എതിർക്കുന്നത് എസ് കൃഷ്ണകുമാർ. എസ് കൃഷ്ണകുമാറിനെ വീഴ്ത്തി. അവിടെയാണ് NK പ്രേമചന്ദ്രന്റെ തുടക്കം. എസ് കൃഷ്ണകുമാർ മുൻ കേന്ദ്രമന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് NK പ്രേമചന്ദ്രന്റെ വരവ്. ഒരു ഗംഭീര വരവല്ലേ. മാത്രമല്ല സാറേ, അന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നത്. കാരണം NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പയ്യൻ വീഴ്ത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അതിന് മറ്റൊരു കാര്യത്തിലൂടെ അവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, നീനാപിള്ള ഉണ്ട്, നീന രാജൻപിള്ള ഉണ്ടായിരുന്നു. ആ നീന രാജൻപിള്ള ബോധപൂർവം എസ് കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ മത്സരിച്ചത്. അത് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മത്സരിച്ചത്. കാരണം രാജൻപിള്ള മരണത്തിന് ശേഷം, വധം എന്ന് പറയാൻ പറ്റില്ലല്ലോ, മരണത്തിന് ശേഷം. കാരണം കുറെ കാലം കോടതിയിൽ കയറി ഇറങ്ങിയൊരു വിഷയമാണ്. കോടതിക്ക് പോലും സംശയമുള്ളൊരു വിഷയമാണ്, വധമാണോ അതോ മരണമാണോ എന്നുള്ളത്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ദൗർഭാഗ്യകരമായ അന്ത്യത്തിന് ശേഷം ആ സമയത്ത് ഒരുപാട് തവണ ഇദ്ദേഹത്തിന്റെ സഹായമൊക്കെ ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നീന രാജൻപിള്ള, എസ് കൃഷ്ണകുമാറിന്റെ സഹായം, അദ്ദേഹം അന്ന് ഡൽഹിയിലുണ്ടല്ലോ. പക്ഷെ അതൊന്നും കിട്ടാത്തതിലുള്ള ഒരു പ്രതിഷേധം കൂടെ ആയിരുന്നു ഇവർ മത്സരിക്കുന്നത്. അത് കൊല്ലത്ത് വലിയൊരു സ്വാധീനം, വലിയ ചർച്ചയായിരുന്നു. വലിയ ചർച്ചയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, 96 നമ്മളന്ന് ആകാശവാണിയിലുണ്ടല്ലോ. 96 ഈ സംഭവം നടക്കുന്നത്. അന്ന് നീനാപിള്ള ജയിക്കുമെന്ന് വരെ പറഞ്ഞിരുന്നു. പക്ഷേ 57,917 വോട്ട്. പക്ഷെ അവർ 57,917 വോട്ട് പിടിച്ചത് കൊണ്ടാണ് NK പ്രേമചന്ദ്രൻ ജയിച്ചതെന്നൊക്കെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഇമേജ് തകർക്കാനായിട്ട് പറ്റി. എസ് കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്താൻ പറ്റി അവിടെ. പക്ഷേ NK പ്രേമചന്ദ്രന് 78,370 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് LDFന്റെ കാൻഡിഡേറ്റിന്. അന്ന് എസ് കൃഷ്ണകുമാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നീന രാജൻപിള്ള എന്ന് പറയുന്നതാണ് കറക്റ്റ്. അവരവിടെ 57,917 വോട്ടും പിടിച്ചു. വാസ്തവത്തിൽ ഈ 96 തെരഞ്ഞെടുപ്പ് കൊല്ലം രാഷ്ട്രീയത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. കാരണം എസ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു കൊടികെട്ടിയ നേതാവിന്റെ ഇറക്കവും NK പ്രേമചന്ദ്രന്റെ വരവും, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രേമചന്ദ്രന്റെ അന്ന് ജയിച്ചിട്ടുള്ളൊരു വരവെന്ന് പറഞ്ഞാൽ എന്ത് പറയും, ഇപ്പോഴത്തെ നമ്മളെ ഭാഷ ഇടുന്ന ഒരു 1.5 വരവാണ് എസ് കൃഷ്ണകുമാർ തോൽപ്പത്. തന്നെ എസ് കൃഷ്ണകുമാർ കോൺഗ്രസിന്റെ വലിയൊരു നേതാവായി അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 3 തവണ ജയിച്ചു, മന്ത്രിയായി, പിന്നെ അദ്ദേഹം കളക്ടറായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, വലിയ നല്ല ഹൈ പ്രൊഫൈലാണ് അദ്ദേഹത്തിന്. പക്ഷെ അത് തീർന്നു അവിടെ. പിന്നെ 98 അടുത്ത ഇലക്ഷൻ വരുന്നു. അവിടെ അടുത്ത ഇലക്ഷനിൽ NK പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കുന്നു LDFന്റെ കാൻഡിഡേറ്റായിട്ട്. അന്ന് എതിർക്കുന്നത് KC രാജാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. അന്ന് BJPക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ റേച്ചൽ മത്തായി. അന്ന് ഡോക്ടർ റേച്ചൽ മത്തായിയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധിച്ചു. കാരണം BJPയുടെ കാൻഡിഡേറ്റായിട്ട് ഒരു റേച്ചൽ മത്തായി വരുന്നത് കൊണ്ടാണ് ശ്രദ്ധിച്ചത്. ശ്രദ്ധിക്കുക, അന്ന് പ്രത്യേകം ശ്രദ്ധിച്ചത് അങ്ങനെയാണ്. അവിടെ NK പ്രേമചന്ദ്രൻ തന്നെ ജയിച്ചു. 71,762 വോട്ടിന്റെ ഭൂരിപക്ഷം അപ്പോഴും ഉണ്ടായിരുന്നു NK പ്രേമചന്ദ്രൻ. പക്ഷേ ഈ 2 തവണയും NK പ്രേമചന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരം ജയിച്ചത് എന്ന് ഓർക്കണം. ഇപ്പോഴും മത്സരിക്കുന്നത് അങ്ങനെയല്ല, UDFന്റെ കാൻഡിഡേറ്റ് അല്ല. അത് മനസ്സിലാക്കണം. 99 വരാം. 99 പ്രേമചന്ദ്രൻ ഇവിടെ പിന്നെ മത്സരിച്ചില്ല, അപ്പോഴൊന്നും മത്സരിച്ചിട്ടില്ല, തോറ്റിട്ടില്ല. 99 അവിടെ വരുന്നത് P രാജേന്ദ്രൻ. അദ്ദേഹം 2 തവണ MP ആയിരുന്നു, CPMന്റെ P രാജേന്ദ്രൻ. അന്ന് എതിർക്കുന്നത് MP ഗംഗാധരനാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP ഗംഗാധരൻ. ഒരു B ജയലക്ഷ്മി ജനതാദൾ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. 42,000 സംതിങ് വോട്ട് അവർ പിടിച്ചു. അന്ന് P രാജേന്ദ്രൻ ജയിക്കുന്നു. CPM ആ സീറ്റ് പിടിക്കുന്നു. 3,51,869 വോട്ട്
പി രാജേന്ദ്രനും 3,32,585 വോട്ട് എം പി ഗംഗാധരനെ പിടിക്കുന്നു. ബി ജയലക്ഷ്മി 42 വോട്ട് പിടിക്കുന്നു. അങ്ങനെ 19,284 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ന്റെ കാൻഡിഡേറ്റ് പി രാജേന്ദ്രൻ ആ സീറ്റ് സ്വന്തമാക്കും കൊല്ലം. പക്ഷേ ഭൂരിപക്ഷത്തിലുള്ളൊരു വ്യത്യാസമില്ലേ? അതുണ്ട്, 19,000 ഉള്ളൂ. മാത്രമല്ല പെർസെൻറ്റേജും എൻ കെ പ്രേമചന്ദ്രൻ 52% പിടിച്ചിരുന്നു. ഇവിടെ പിന്നെ എം പി ഗംഗാധരൻ വന്നിട്ട് 45% പിടിച്ചുള്ളൂ. അപ്പോൾ പി രാജേന്ദ്രൻ 47 പോയിന്റ് സംതിങ് ആണ് പെർസെൻറ്റേജ്. അത് മാത്രമല്ല സാർ, ഈ 98-ൽ എൻ കെ പ്രേമചന്ദ്രൻ 71,762 വോട്ടുകൾക്ക് വിജയിക്കുന്നു ഭൂരിപക്ഷം. അതായത് LDF-ന്റെ കാൻഡിഡേറ്റ് ആണ്. അതെ അതെ. അടുത്ത തവണ LDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ട് എൻ കെ പ്രേമചന്ദ്രൻ മാറി പുതിയൊരാൾ വന്നപ്പോൾ അത്രയും ലീഡ് കിട്ടിയില്ല. അല്ലല്ലോ, കിട്ടിയില്ല. 19,000 വന്നുള്ളൂ. 19,284 പെർസെൻറ്റേജ് 47 കുറഞ്ഞല്ലോ. തൊട്ട് മുമ്പ് എൻ കെ പ്രേമചന്ദ്രന് 52% കിട്ടിയല്ലോ. ഈ പി രാജേന്ദ്രന് വന്നിട്ട് 47.84% വരുന്നു. പെർസെൻറ്റേജ് വോട്ട് കുറഞ്ഞു. അപ്പോൾ കുറേ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് അതിന്. അതാണ് 99-ലെ കഥ. പിന്നെ 2004 പി രാജേന്ദ്രൻ തന്നെ മത്സരിച്ചു, അദ്ദേഹം തന്നെ ജയിക്കുന്നു. അവിടെ പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർത്തിയത് ശൂരനാട് രാജശേഖരൻ. ശൂരനാട് രാജശേഖരനെ CPM-ന്റെ പി രാജേന്ദ്രൻ 2004 കൊല്ലം മണ്ഡലത്തിൽ 1,11,071 വോട്ടിന് പരാജയപ്പെടുത്തി. അന്ന് പി രാജേന്ദ്രൻ്റെ വിജയം അതിഗംഭീരമായിരുന്നു. അന്ന് കിഴക്കനയിലെ സുധാകരൻ ആണ് BJP-യുടെ കാൻഡിഡേറ്റ്. 62,000 എത്തി. 8.81% BJP പിടിച്ചിരിക്കുന്ന 2004. അവിടെ പി രാജേന്ദ്രൻ ജയിച്ചു. തൊട്ടടുത്ത വർഷം 2009 പി രാജേന്ദ്രൻ തന്നെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രംഗത്തിറക്കി 2009. പക്ഷെ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറക്കിയത് പീതാംബരക്കുറുപ്പ് നേടി. ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയം പീതാംബരക്കുറുപ്പ് നേടി. പീതാംബരക്കുറുപ്പ് പി രാജേന്ദ്രനെ പരാജയപ്പെടുത്തി. അന്ന് അദ്ദേഹത്തിന് 17,530 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും പീതാംബരക്കുറുപ്പിന്റെ വിജയം ഒരു വിജയം തന്നെയായിരുന്നു. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച പി രാജേന്ദ്രനെ പരാജയപ്പെട്ടു. 2 തവണ സിറ്റിംഗ് MP ആയിരുന്ന പി രാജേന്ദ്രനെ പീതാംബരക്കുറുപ്പ് പരാജയപ്പെടുന്നു. BJP അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായും പറയാം. 2009 BJP അവിടെ ഉണ്ട്. വൈക്കൽ മധു BJP, അദ്ദേഹം 33,078 വോട്ട് പിടിച്ചു. പക്ഷെ വോട്ട് കുറഞ്ഞു. നേരത്തെ ജയലക്ഷ്മി പിടിച്ച 99 പിടിച്ച വോട്ട് ഇവിടെ പിടിച്ചില്ല. അത് കഴിഞ്ഞ് കിഴക്കനിലെ സുധാകരൻ 62,000 പിടിച്ച് 2004 അതും പിടിച്ചില്ല. ഇവിടെ 33,000 വന്നത്. അപ്പം അങ്ങനെ പീതാംബരക്കുറുപ്പിന്റെ കയ്യിലാണ് 2009 കൊല്ലം ലോക്സഭ വന്നു വീണു. പക്ഷെ ആ കയ്യിൽ അങ്ങനെ നിന്നില്ല. പിന്നെ വീണ്ടും പ്രേമേന്ദ്രൻ വന്നില്ല, കൊടുത്തില്ല. പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. കാരണം പിന്നെ പ്രേമേന്ദ്രൻ UDF-ലേക്ക് വന്നു. പിന്നെ 2014 എൻ കെ പ്രേമേന്ദ്രൻ UDF കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നു. പിന്നെ 2014 UDF ആയിട്ട് മത്സരിക്കുന്നു. അന്ന് 2014 പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ള CPM-ന്റെ ഒരു വലിയ അഭിമാന പ്രശ്നമായിരുന്നു. കുപ്രസിദ്ധ പ്രയോഗം തന്നെ ഉണ്ട്. പ്രയോഗം. അതെ. അന്ന് കാരണം അപ്പുറത്ത് LDF-ൽ നിന്ന ഒരാൾ UDF-ൽ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ തോൽപ്പിക്കുക എന്നുള്ള CPM-ന്റെ അഭിമാന പ്രശ്നം. പക്ഷെ നടന്നില്ല. മാത്രമല്ല തോൽപ്പിക്കാൻ വേണ്ടി ആരെ നിർത്തി? MA ബേബിയെ നിർത്തി. പോൾ ബ്യൂറോ അംഗമായ MA ബേബിയെ നിർത്തി. എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. 37,649 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MA ബേബിയെ എൻ കെ പ്രേമചന്ദ്രൻ UDF പരാജയപ്പെടുന്നു. അന്ന് PM വേലായുധനാണ് BJP കാൻഡിഡേറ്റ്. 51,671 വോട്ട് പിടിച്ചു. SDP ഉണ്ട് അവിടെ. 12,812 1.46. ഈ 12,812 വോട്ടെന്ന് പറഞ്ഞാൽ ജയിക്കില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ജയിപ്പിക്കാം, മറ്റു ചിലരെ തോൽപ്പിക്കുകയും ചെയ്യും. അതിനുള്ള ഒരു ഉപാധിയായിട്ട് മാറും. എൻ കെ പ്രേമേന്ദ്രൻ 37,649 വോട്ടിന് MA ബേബിയെ തോൽപ്പിക്കുന്നു 2014 കൊല്ലം ലോക്സഭയിൽ. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 നമുക്കറിയാം. എൻ കെ പ്രേമേന്ദ്രൻ തന്നെ മത്സരിച്ചു. അതേ UDF-ന്റെ കാൻഡിഡേറ്റ് മത്സരിച്ചു. എതിരെ നിന്നത് KN ബാലഗോപാൽ. KN ബാലഗോപാൽ 3,50,821 വോട്ട് പിടിച്ചപ്പോൾ, അതായത് 36.24% പിടിച്ചപ്പോൾ UDF-ന്റെ കാൻഡിഡേറ്റ് 2019 കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ 4,99,667 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം അടുക്കാൻ ഏതായാലും മാത്രം 51.61% ആണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. ബാലഗോപാലിന് കിട്ടിയത് only 36.24. തമ്മിലുള്ളൊരു വ്യത്യാസം അതല്ലേ? വോട്ടിന്റെ എണ്ണം നോക്കിയാൽ 1,48,869 1,48,869 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിനെ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് തോൽപ്പിക്കുന്നത്. അവിടെ പിന്നെ BJP-യുടെ കാൻഡിഡേറ്റ് നില വളരെ മെച്ചപ്പെടുത്തി. ഇപ്പോൾ KB സാബു BJP 1,03,339 വോട്ട് 10.64. ആ 10.67% ഇപ്പോഴും എങ്ങനെ വീരുന്നു? അതാണ് കൃഷ്ണകുമാറിന് സ്വാധീനം. ഇതാണ് 2019 വരെയുള്ള
17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കൊല്ലത്തിൻ്റെ ഒരു ചരിത്രം. ഇതിൽ രസകരമായ ഒരു കാര്യം, NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആദ്യം LDFന്റെ ഭാഗമായിരുന്ന ഒരാൾ UDFിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടല്ലോ LDFനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല അദ്ദേഹം അത്യാവശ്യം നല്ല സ്വാധീനമുള്ള ഒരാളാണ്, മികച്ച പാർലമെന്റേറിയൻ അവാർഡ് എല്ലാ തവണയും കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ എതിരിടാനായിട്ട് നിർത്തിയ കാൻഡിഡേറ്റിനെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം MA ബേബി, പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, പോളിറ്റ് ബ്യൂറോ അംഗം. രണ്ടാമത്തെ ആൾ KN ബാലഗോപാൽ, അതും അതെ കൊല്ലത്തെ ഏറ്റവും സ്വാധീനമുള്ള ഒരാൾ. മൂന്നാമത് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് മുകേഷിനെ. അതായത് ഏത് വിധേനയും NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താനുള്ള പഠിച്ച പണി 18 CPM. അതെ, NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് CPMന്റെ ഒരു അജണ്ട തന്നെയാണ്. പക്ഷെ എത്രത്തോളം നടക്കുമെന്ന് അറിയാൻ പറ്റില്ല, എത്രത്തോളം നടക്കുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം RSPക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ ഇപ്പൊ ചവറ ഇപ്പൊ LDFന്റെ കയ്യിലാണ്. എന്നിരുന്നാലും ബേബി ജോൺ, ഷിബു ബേബി ജോൺ, NK പ്രേമചന്ദ്രൻ, N ശ്രീകണ്ഠൻ നായർ ഒക്കെ തന്നെ ചവറ നിയോജക മണ്ഡലത്തിൽ, ചവറ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരം ജയിച്ചവരാണ്. അപ്പോൾ ഒരുപാട് സ്വാധീനം അവിടെ RSPക്കുണ്ട്. അത് പ്രത്യേകിച്ചും ഈ N ശ്രീകണ്ഠൻ നായരും സംഘവും അക്കാലത്ത് ഉണ്ടാക്കി ഒരു പ്ലാറ്റ്ഫോം അതുണ്ട്, അത് RSPക്കുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ RSPക്ക് ഓൾറെഡി അവിടെ കുറെ വോട്ടുണ്ട്. അതിൻ്റെ കൂടെ LDFന്റെ സപ്പോർട്ട് കിട്ടിയാലും UDFന്റെ സപ്പോർട്ട് കിട്ടിയാലും ഇദ്ദേഹം ജയിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സാർ, ഈ NK പ്രേമചന്ദ്രൻ ഏറ്റവും വലിയ അനുകൂലമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, കോൺഗ്രസിന്റെ ഘടകകക്ഷികൾക്ക് നൽകുന്ന ഒരു പിന്തുണ ഉണ്ടല്ലോ. അപ്പൊ മുസ്ലിം ലീഗിന് കോൺഗ്രസ് കൊടുക്കുന്ന പിന്തുണയൊക്കെ നമുക്കറിയാം. NK പ്രേമചന്ദ്രൻ ഒറ്റ ആളേ ഉള്ളൂ അല്ലെ, RSPയുടെ ഒറ്റ ആളേ ഉള്ളൂ ലോക്സഭയിൽ വരുമ്പോൾ. അദ്ദേഹത്തിന് പക്ഷെ കോൺഗ്രസ് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. കാരണം ഈ പ്രതിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, പാർലമെന്റിൽ നമ്മൾ ലോക്സഭയുടെയൊക്കെ മിനിറ്റ്സ് ഒക്കെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്, എല്ലാ തവണയും ഈ ലോക്സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത്, എല്ലാം ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇദ്ദേഹമാണ്. നമ്മളിപ്പോൾ ഒരാളിനെ തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ പ്രതിനിധിയായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കാര്യങ്ങൾ വ്യക്തമായും അവർക്ക് സ്പഷ്ടമായി അവതരിപ്പിക്കാനുള്ള ഒരു കാര്യം അത്യാവശ്യമാണ്. വേണം. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ അല്ലല്ലോ ലോക്സഭ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന, അല്ലേ, ഒരു രാജ്യത്തിൻ്റെ പിന്നെ അസ്തിത്വം എന്ന് പറയുന്നത് ലോക്സഭയിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് വാസ്തവത്തിൽ. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടേതായ ആശയങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയാൻ, പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും പറയാൻ കെൽപ്പുള്ളവരായിരിക്കണം അവിടെ പോവേണ്ടത്. അവിടെ ചെന്നിരുന്ന് ഉറങ്ങാൻ നമ്മൾ ആളിനെ തിരഞ്ഞെടുത്ത് അയച്ചിട്ട് കാര്യമില്ല. അത് ആ ഒരു കാര്യത്തിൽ NK പ്രേമചന്ദ്രൻ വളരെ മുന്നിലാണ്. അതിനിപ്പോൾ അദ്ദേഹം LDFന്റെ കാൻഡിഡേറ്റ് നിന്നാലും നമ്മൾ ഇത് തന്നെ പറയും, UDFന്റെ കാൻഡിഡേറ്റ് നിന്നാലും അത് തന്നെ പറയും, അദ്ദേഹം ഒറ്റയ്ക്ക് RSP നിന്നാലും പറയും. കാരണം അതിനുള്ളൊരു കേപ്പബിലിറ്റി ലോക്സഭയിൽ പോകുന്നവർക്ക് വേണം എന്ന് വിശ്വസിക്കുന്നവരുടെ പട്ടികയിലാണ് നമ്മൾ. അത് പിന്നെ പാർട്ടിയല്ല പ്രശ്നം, അല്ല ഞാൻ പാവമാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, ഇതൊന്നും അല്ല ഇവിടുത്തെ ഒരു പ്രശ്നം. ലോക്സഭയിലേക്കാണ് പോകുന്നത്, പഞ്ചായത്ത് ഇലക്ഷൻ അല്ല ഇത്. പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഇതൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് പ്രൊഫഷണൽസിനെയാണ് വേണ്ടതല്ലേ, കാര്യങ്ങൾ പഠിക്കാൻ കഴിവാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം തന്നെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ച് ലോക്സഭയിൽ കൃത്യമായി പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം ലോക്സഭയിലേക്ക് പോകേണ്ടത്. അതിൽ യാതൊരു സംശയമില്ല. അവിടെ നമ്മൾ പിന്നെ അവിടെ വിദ്യാഭ്യാസം നോക്കണ്ടേന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നോക്കണമെന്നാണ്. ഞാനും അത് തന്നെ പറയും. ഭാഷ സ്വാധീനം നോക്കണ്ടേന്ന് ചോദിച്ചാൽ നോക്കണമെന്നാണ്. നോക്കണം. നമുക്കൊരു പഞ്ചായത്തിലോ ഒരു ജില്ലാ പഞ്ചായത്തോ അത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ പാർലമെന്റിലേക്ക് പോകുമ്പോൾ വേണം. കാലം മാറിക്കഴിഞ്ഞു. പാർലമെന്റല്ലേ നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അത്യാവശ്യം അത് സംബന്ധിച്ചുള്ള അറിവും ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ ഒക്കെ തന്നെ ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഈ പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം ട്രെയിനിങ് സെന്റർ ഏർപ്പെടുത്തണം. മുമ്പൊരിക്കും നമ്മൾ ചർച്ചയ്ക്ക് പല രാജ്യങ്ങളിലുണ്ടല്ലോ, പൊതുപ്രവർത്തകരാകാൻ മാത്രം ഒന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞ ഒറ്റ കാരണം കൊണ്ട് മന്ത്രിയാകുന്ന ഈ രാജ്യത്തുനിന്ന് പെട്ടെന്ന് നാടകത്തിൽ പറഞ്ഞ ഡയലോഗാണ്. ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞവർ വേറൊരു വാക്കാണ്, അവർ ഒറ്റ കാരണം കൊണ്ട് മന്ത്രിയാകുന്ന ഈ രാജ്യത്ത് എന്ന് പറഞ്ഞ ഇതുണ്ട്. അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു പോയി. നമ്മൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലൊക്കെ അതാകാം. അപ്പം അതുകൊണ്ട് തന്നെ NK പ്രേമചന്ദ്രൻ പിന്നെ ലോക്സഭയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അത് എല്ലാ പാർട്ടിക്കാരും അദ്ദേഹത്തെ ആർക്കും ചെയ്യാൻ പറ്റും. അപ്പം അത്തരത്തിൽ എന്തായാലും നമ്മൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള നമ്മുടെ വിനീതമായ ചോദിച്ചുകൊണ്ട് ചോദിക്കും. നിങ്ങൾ മറുപടി നൽകിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോടുള്ള പ്രവാസി ഭാരതീയരുടെ വിനീതമായ ചോദ്യം, ആരാകും നിങ്ങളുടെ MP?